നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് 32 വർഷം. സ്ഥലം ഉടമകൾക്ക് പണം നൽകാനുള്ള നടപടികൾ വൈകുന്നു. നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസിലേക്ക് സമരം പ്രഖ്യാപിച്ച് ബൈപ്പാസ് കൂട്ടായ്മ. ഇന്ന് അയ്യാർപൊയിൽ ചേർന്ന കൂട്ടായ്മയുടെ യോഗത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത്. 1994 നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ 257 കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാത്തത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിലാണ് നിലമ്പൂരിന്റെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് നിർമ്മിക്കേണ്ടത്. ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ 257 കുടുംബങ്ങളാണ് തങ്ങൾ വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ വേഴാമ്പലിനെ പോലെ കഴിഞ്ഞ 32 വർഷമായി കാത്തിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെയാണ് ഏപ്രിൽ 26 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ ഇവർ മാറി നിന്നത്. പോകാൻ മറ്റൊരു മാർഗവുമില്ലാതെ പ്രയാസപ്പെടുന്ന ഈ കുടുംബങ്ങൾ ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ ഉൾപ്പെടെ കയറിയിറങ്ങി ഇട്ട ചെരുപ്പുകൾ തേഞ്ഞതല്ലാതെ പരിഹാരമൊന്നുമായില്ല. തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി പൊതുമരാമത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് ഉമ്മർ അയ്യാർപൊയിൽ പറഞ്ഞു. ബൈപ്പാസിന്റെ ഇരകളായ 257 കുടുംബങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങളുടെ തീരുമാനം അടുത്ത ദിവസം ഒരു പിക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നു. PWD ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും പിന്നീട് ഞങ്ങളോടൊപ്പമുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഉപരോധവും പ്രകടനവും സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ വിജയം വരെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു. അടുത്ത മാസം മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ. കൂട്ടായ്മയിലെ അംഗങ്ങൾ കലക്ടറെ സന്ദർശിച്ച് തങ്ങളുടെ ദയനീയാവസ്ഥ വിവരിച്ചപ്പോൾ കഴിഞ്ഞ 30 വർഷമായി നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഉണ്ടായതെന്നും ഉമ്മർ പറഞ്ഞു. കളക്ടറേറ്റ് ഞങ്ങൾ കൂട്ടമായിട്ട് ചെന്ന അന്ന് വളരെ സ്വാഗതാർഹമായിട്ടുള്ള സ്വീകരണവും സംസാരവും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഞങ്ങളിൽപ്പെട്ട 2 ആളുകൾ കളക്ടറേറ്റ് ചെന്നപ്പോൾ കളക്ടർ അവരെ എടുത്തിട്ട് കുടഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 40 വർഷം 30 വർഷം നിങ്ങൾ എവിടെയായിരുന്നു, എന്തായിരുന്നു ശ്രദ്ധിക്കായിരുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു. അവർക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല. അതുകൊണ്ട് അവർ മൗനാവലംബിച്ച് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. കളക്ടറുടെ അടുത്തുനിന്ന് കിട്ടിയ ഈ സംസാരം ബൈപ്പാസിന്റെ ഇരകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അത് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഭൂമിയുടെ വില നിർണ്ണയം നടത്തുവാൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന പല്ലവി കുറച്ചു നാളുകളായി റവന്യൂ വകുപ്പ് ആവർത്തിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ PV അൻവർ MLA നേരിൽ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.